അനു, ചർച്ച എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൂടിവരവിന്റെ അല്ലെങ്കിൽ വേർപെട്ട ദൈവമക്കളുടെ കൂട്ടായ്മയാണല്ലോ സഭയെന്ന് പറയുന്നത്. പക്ഷേ പ്രാർത്ഥിച്ചും എടുത്തും ആഗ്രഹിച്ചും ഒക്കെ അഭിഷിക്തമാര് സഭ പണിയുന്നു. പക്ഷേ ആ സഭയെ തകർക്കുന്ന ഒത്തിരി മേഖലകളുണ്ട്. അതിനെ നമ്മൾ ഫൈറ്റിങ്ങുകൾ എന്ന് വിളിക്കും. സഭയെ തകർക്കുന്ന ഒത്തിരി മേഖലകളിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റും? എപ്പോഴും ദൈവത്തിന്റെ സ്വപ്നമാണ് ഒരു ആലയം എന്ന് പറയുന്നത്. ആ ആലയത്തെ തകർക്കാൻ എപ്പോഴും പൈശാചിക തലങ്ങൾ ഓരോ സ്ട്രാറ്റജികൾ മാറി മാറി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. പിശാച് ഒരു സഭയെ തകർക്കാൻ ഉപയോഗിക്കുന്ന 3 പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്നാണ് ആ ചർച്ചിലെ വർഷിപ്പ് ടീം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ദൈവത്തെ ആരാധിക്കാൻ പ്രത്യേകമായി കൂടി വരുന്ന ഒരു കൂട്ടം ചർച്ചിൽ നിയോഗിക്കപ്പെട്ടു. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ദൈവത്തെ ആരാധിക്കാനായിട്ടാണ് കൂടി വരുന്നത്. അപ്പോൾ തന്നെയും ആ ചർച്ചിനകത്ത് ആ ഒരു ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ആ ചർച്ചാക്കി വെച്ചിരിക്കുന്ന ഒരു ടീം, അതിനെയാണല്ലോ നമ്മൾ വർഷിപ്പ് ടീം എന്ന് പറയുന്നത്. ആ വർഷിപ്പ് ടീമിനെ എപ്പോഴും മാറി മാറി പൈശാചിക തലങ്ങൾ നോട്ടമിട്ടുകൊണ്ടിരിക്കും. ഞാൻ പല സഭകളിലും പോകുമ്പോൾ കേട്ടിട്ടുണ്ട്, എപ്പോഴും പ്രശ്നങ്ങൾ ആദ്യം ഉളവായി വരുന്നത് ആ ടീമിന്റെ അകത്തു നിന്നായിരിക്കും. കാരണം ആരാധന എന്ന് പറയുന്നത് സ്വർഗത്തിന് നമ്മൾ കൊടുക്കുന്ന മഹത്വമാണ്. അതൊരിക്കലും പിശാച് ഇഷ്ടപ്പെടുന്ന ഒന്നല്ല. രണ്ടാമത്, പിശാച് എപ്പോഴും നോട്ടമിടുന്നത് ആ ചർച്ചിലെ പ്രെയർ ടീമിനെ ആയിരിക്കും. പ്രാർത്ഥിക്കുന്ന 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ഒരു ടീം ആ ചർച്ചിനകത്തുണ്ടെങ്കിൽ അവരെ പൈശാചിക തലങ്ങൾ നോട്ടമിടും. കാരണം പ്രാർത്ഥന അവസാനിപ്പിച്ചാൽ എല്ലാം അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് പിശാചിനറിയാം. മൂന്നാമത്, പൈശാചിക തലങ്ങൾ നോട്ടമിടുന്നത് എപ്പോഴും കുടുംബങ്ങളെ ആയിരിക്കും. പ്രത്യേക മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന കർത്തൃദാസന്മാരുടെ കുടുംബ ജീവിതങ്ങളെ ആയിരിക്കും. അപ്പോൾ എപ്പോഴും ശുശ്രൂഷിക്കുന്നവർ ശ്രദ്ധിക്കണം. ശുശ്രൂഷ കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ കുടുംബ ജീവിതത്തെ കവർ ചെയ്ത് പ്രാർത്ഥിക്കാൻ മറന്നു പോകരുത്. നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ തന്നെയും ഒരു സഭയെ പൈശാചിക തലങ്ങൾ നോട്ടമിടുന്നു എന്ന് പറയുമ്പോൾ തന്നെ സഭയിലെ വ്യക്തികളെ എപ്പോഴും തകർക്കാൻ ഇങ്ങനെ ശത്രു നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ വ്യക്തികളെ തകർക്കുന്നു എന്ന് പറയുമ്പോൾ ദേവദാസൻ എന്താണ് അതിന് നമുക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും ഇത് നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഡിസ്കഷൻ ഒരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ ഡിസ്കഷനാണ്. നമുക്ക് പരിമിതമായ സമയത്തിനകത്ത് പറയാൻ പറ്റുന്നത് സഭയ്ക്കകത്ത് വ്യക്തികൾക്ക് വലിയ പ്രാധാന്യതയുണ്ട്. അപ്പോൾ തന്നെ വ്യക്തികളെ തകർക്കുന്ന ഒത്തിരി മേഖലകളിൽ ഞാൻ പലപ്പോഴും മെസ്സേജ് പറയുമ്പോൾ എടുത്തു പറയുന്ന കാര്യങ്ങളിലൊന്നാണ് ഈ ഭയത്തിന്റെ ആത്മാവെന്നുള്ളത്. പ്രോമിസ് അകത്തേക്ക് കയറാതെ ഭയം കൊണ്ടിട്ട് നമ്മളെ തകർക്കുന്ന ഒരു മേഖലയുണ്ട്. പ്രധാനപ്പെട്ട 4 ഭയങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ ഭയം എന്ന് പറയുന്നത് വ്യക്തികളോടുള്ള ബന്ധത്തിലെ തന്നെ ഭയമാണ്. ബൈബിളിനകത്ത് അങ്ങനെ കുറെ വാക്യങ്ങളുണ്ട്. യഹൂദന്മാരെ ഭയപ്പെട്ട് ശിഷ്യന്മാർ റൂമിനകത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വ്യക്തികളോടുള്ള ബന്ധത്തിലെ ഭയമാണ്. അകത്ത് ഭയങ്കര വാക്തത്വമാണ്. പക്ഷെ ഇപ്പോൾ ഇവർ നിയോഗമുള്ളവർ റൂമിനകത്ത് ഒളിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വ്യക്തികളുള്ള ബന്ധത്തിൽ ഭയം അനുഭവിക്കുന്നവരാണെങ്കിൽ ഉറപ്പിച്ചു ഞാൻ പറയാം, പ്രോമിസുകളെ അത് തടയാൻ സാധ്യതയുണ്ട്. എന്നാൽ രണ്ടാമത്തെ ഭയങ്ങളിൽ ഒന്നാണ് സംഭവങ്ങളുള്ള ബന്ധത്തിലെ ഭയം. ഇൻസിഡന്റുകൾ പലരും ഭയപ്പെടുത്താറുണ്ട്. ഒരു ഉദാഹരണം പറയാം. മരണവീട് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം നടന്ന വീടാണ്. മരണ വീട്ടിൽ പോകാൻ ഭയമുള്ളവരെ അറിയാം, മരണപ്പാട്ട് കേട്ടാൻ ഭയമുള്ളവരെ അറിയാം. അത് ആ സംഭവത്തോടുള്ള ബന്ധത്തിലെ ഭയമാണ്. എക്സാം ഒരു ഇൻസിഡന്റ് ആണ്, ഇന്റർവ്യൂ ഒരു ഇൻസിഡന്റ് ആണ്, ഒരു സംഭവത്തെ കാണിക്കുകയാണ്. ഇതിനോടൊക്കെ ഭയമുള്ള ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ മൂന്നാമത്തെ ഭയമാണ് കിട്ടിയത് നഷ്ടപ്പെട്ടു പോകുമോ. അതൊരു വലിയ ഭയമാണ്. എനിക്കൊരു നല്ല ശരീരമുണ്ട്, പക്ഷെ എനിക്ക് രോഗം വരുമോ പാസ്റ്റർ? എനിക്ക് 2 തലമുറകളുണ്ട്, പക്ഷെ അവർ നശിച്ചു പോകുമോ? എനിക്കൊരു നല്ല വീടുണ്ട്, പക്ഷെ അത് തകർന്നു പോകുമോ? കിട്ടിയത് നഷ്ടപ്പെട്ടു പോകുമോ? ഇതൊരു വലിയ ഭയമാണ്. ഈ വിഷയത്തിൽ ബൈബിളിൽ ജയിച്ചൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ പേരാണ് യോബ് എന്ന് പറയുന്നത്. യോബിന്റെ സകലത തകർന്നിട്ടും യോബ് ഭയപ്പെട്ടിട്ടില്ല. യോബ് പറയുന്നു, ദൈവം തന്നു, ദൈവം എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. നിനക്ക് കിട്ടിയത് നഷ്ടപ്പെട്ടു പോകാൻ ദൈവം സമ്മതിക്കില്ല. അഥവാ നഷ്ടപ്പെട്ടാലും അത് ഇരട്ടി പങ്കാക്കി ദൈവം തിരിച്ചു തരിക തന്നെ ചെയ്യും. എന്നാൽ ബൈബിളിനകത്ത് 4ാമത്തെ ഭയങ്ങളിലൊന്നാണ് സ്ഥലങ്ങളോടുള്ള ബന്ധത്തിലെ ഭയം. സ്ഥലങ്ങളെ പേടിയുള്ള, ഞാനത് പറയുമ്പോൾ ഒരു പക്ഷേ ചിലർക്കത് ഗൗരവമായി തോന്നുകയില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി എന്നെ വിളിച്ചു. ഹൈദരാബാദ് അവർക്ക് ജോലി കിട്ടിയെന്ന് പറയുന്നു. പക്ഷെ അവർ പോകുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞ വാക്ക്, ഒരു കൊച്ചു ഗ്രാമത്തിൽ വളർന്ന ആളാണ് ഞാൻ പാസ്റ്റർ, ഞാൻ എങ്ങനെയാണ് ഹൈദരാബാദ് പോലെയുള്ള അത്രയും വലിയൊരു പട്ടണത്തിൽ ഒറ്റയ്ക്ക് പോകുന്നത്? അത് ആ സ്ഥലങ്ങളുള്ള ബന്ധത്തിലെ ഭയമാണ്. ബൈബിളിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി കണക്ഷനുകളുണ്ട്. ചില സ്ഥലങ്ങളിൽ ചിലർ പോകുവാൻ ഭയപ്പെട്ടു. അതിന് ഉത്തമ തെളിവാണ് യോനയ്ക്ക് ആ സ്ഥലത്തോട് ബന്ധത്തിൽ ഭയങ്കര ഭയമാണ്. ബൈബിളിനകത്ത് തെളിവില്ല, പക്ഷെ വേദപണ്ഡിതന്മാർ പറയുന്നത് യോനയുടെ പിതാവ് കൊലപ്പെട്ട സ്ഥലമാണ്, മരണപ്പെട്ട സ്ഥലമാണ് യോനെ ഇപ്പോൾ ദൈവം അയക്കാനിരിക്കുന്ന നിനവേ എന്ന് പറയുന്ന പട്ടണം. അതുകൊണ്ട് തന്നെ തന്റെ അപ്പന്റെ മരണത്തിന് മുഖാന്തരമായി മാറിയ ജനത്തെ യോനയ്ക്ക് ഭയമാണ്, ആ സ്ഥലത്തോടുള്ള ബന്ധത്തിലെ ഭയം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ ഞങ്ങൾ ഇത് ഒരുമിച്ച് സംസാരിക്കുമ്പോൾ ആത്മാവിൽ പ്രിയാരി പറഞ്ഞതുപോലെയും ഞാൻ എടുത്തു പറയുകയാണ്, നിങ്ങളുടെ സഭയെ തകർക്കാൻ ഈ 4 ശക്തികൾക്കും കഴിയാതിരിക്കട്ടെ. അപ്പോൾ തന്നെ
ഇങ്ങനത്തെ സ്പിരിറ്റുകളൊക്കെ ഏതെങ്കിലും സഭകൾക്കകത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ആ സ്പിരിറ്റിനെ പുറത്താക്കാൻ നിശ്ചയമായി നമുക്ക് ശക്തിയോടുകൂടെ പ്രാർത്ഥിക്കാം. വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ എന്റെ സഭയെ പണിയും. അത് ദൈവത്തിന്റെ സിസ്റ്റമാണ്. അതിനെ തകർക്കാൻ നോക്കുന്ന പൈശാചിക തലങ്ങളെ നമുക്ക് കീഴ്പ്പെടുത്താം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. God bless you all. God bless you. Amen. Amen.